ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഗൂഗിളിൻ്റെ ക്രോം ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൽ ഏതൊരു വെബ് പേജും നിങ്ങൾക്ക് വായിക്കുവാൻ സാധിക്കും. അതായത് വായിച്ചെടുപ്പിക്കാൻ വേണ്ടി സാധിക്കും, മലയാളത്തിൽ വായിപ്പിക്കാം. അത് ഒരു ആർട്ടിക്കിൾ ആണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും, കാരണം ആർട്ടിക്കിൾ പോലുള്ള ടെക്സ്റ്റുകൾ വായിക്കാനാണ് ഇത്തരം സർവീസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരുപാട് കെട്ടുപണിഞ്ഞ് കിടക്കുന്ന കാര്യങ്ങളൊന്നും ഗൂഗിളിൽ ഇതുപോലെ വായിച്ചു തരാൻ പറ്റില്ല. കഥകൾ, ആർട്ടിക്കിൾ, നോവൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗൂഗിൾ ഇതുപോലെ വായിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ പി ഡി എഫ് ഇംഗ്ലീഷിലാണെങ്കിൽ അതും ചിലപ്പോൾ വായിച്ചു തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഗൂഗിളിൻ്റെ ക്രോം ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ റീഡ് അലൗഡ് എന്നുള്ള ഈ ഒരു സംഭവം പ്രവർത്തിപ്പിക്കാമെന്ന് നോക്കാം. അപ്പോൾ പഠിക്കുന്നവർക്ക് പ്രത്യേകിച്ചിട്ട് PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ടൂളാണിത്. അപ്പം ഇതെങ്ങനെയാണ് നിങ്ങളെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. നമുക്ക് നേരെ സ്ക്രീനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അലൗഡ് എക്സ്റ്റൻഷൻ ക്രോം എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഇവിടെ സെർച്ച് റിസൾട്ട് വരും. അപ്പം ഇതെടുക്കുക, ഫസ്റ്റ് തന്നെ എടുക്കുക. അപ്പം ഇതാണ് ചിഹ്നം. ഈ ചിഹ്നം ഓർത്ത് വെക്കുക. ഈ ഒരു മൈക്കിൻ്റെ ചിഹ്നം കാണുന്നില്ലേ, ഇതാണ് നമ്മുടെ ഇത്. അപ്പം ഇത് ഇവിടുന്ന് ആഡ് ടു ക്രോം കൊടുക്കുക. ഞാൻ ഇവിടെ ഓൾറെഡി ആഡ് ചെയ്തതുകൊണ്ട് ഇവിടെ റിമൂവ് ഫ്രം ക്രോം എന്നാണ് കൊടുത്തിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ആഡ് ടു ക്രോം കൊടുക്കുക, ആഡ് ആവും, വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ക്രോം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്യുക. നിർബന്ധമില്ല, ജസ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെയ്യുന്നത് നന്നായിരിക്കും. അതിനുശേഷം നമ്മൾക്ക് ഏതാണോ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യേണ്ടത് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ നമ്മൾ നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ ഫോണിൽ എടുത്ത അതേ പേജ് തന്നെ ഇവിടെ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾക്ക് അതിനെ കൊണ്ട് വായിപ്പിക്കാം. ഓക്കെ, നമ്മളിവിടെ ആ പേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ ക്രോമിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഈ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു സിമ്പിൾ വന്ന് കിടക്കുന്നുണ്ടാവും, എക്സ്റ്റൻഷൻസിൻ്റെ. അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ പിന്ന് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ അതേപോലെ ഇങ്ങനെ പിന്ന് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് അതവിടെ കിടക്കാണ്. സോ നിങ്ങൾ അതുപോലെ ഇവിടെ പിൻ ചെയ്തിടുക. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കൊണ്ട് വായിപ്പിക്കാം. ജസ്റ്റ് ഈ ഒരു സിമ്പിൾ കാണുന്നില്ല ഇവിടെ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വായിച്ചു കൊടുക്കും. അടുത്ത ചോദ്യം 101. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ? ശരിയായ ഉത്തരം ഷൊർണൂർ. അടുത്ത ചോദ്യം 102. കേരളത്തിന്റെ റെയിൽവേ സീറ്റ്? ശരിയായ ഉത്തരം ഷൊർണൂർ. അടുത്ത ചോദ്യം 103. മീറ്റർ ഗേജ്, നാരോ ഗേജ്, ബ്രോഡ് ഗേജ് എന്നിവ കാണപ്പെടുന്ന ഇന്ത്യയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ? ശരിയായ ഉത്തരം സിലിഗുരി റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, അപ്പം ഈ രീതിയിൽ വായിച്ചു തരും. എന്തായാലും നമ്മുടെ ഫോണിൽ കേട്ടതിനെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സൗണ്ടാണ് സിസ്റ്റത്തിലുള്ളത്. AI പവർഫുള്ളായി വരുന്നതോടുകൂടി നമുക്ക് ശരിക്കും ഒരാൾ വായിച്ചു തരുന്ന പോലെ തന്നെ ഇതുപോലത്തെ റോബോട്ടിക് വോയിസ് എന്ന് മാറിയിട്ട് ശരിക്കും ഒരാൾ സംസാരിക്കുന്ന രീതിയിലുള്ള വോയിസ് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ക്രോം ബ്രൗസറിൽ റീഡ് അലൗഡ് എന്ന് പറയുന്ന ഗൂഗിളിൻ്റെ സർവീസ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾ പഠിച്ചെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. കാരണം PSC പോലുള്ള എക്സാമിന് പഠിക്കുന്നവർക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാൻ വളരെയധികം ഉപകാരപ്പെടുന്നൊരു കാര്യം ആണിത്. അതുപോലെ തന്നെ നമ്മൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് കൃത്യമായിട്ട് അത് വായിച്ചു തരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് കൃത്യമായി നമുക്ക് ക്വസ്റ്റ്യൻസുകൾ എഴുതി വെച്ചിട്ട് ഗൂഗിളിനെ കൊണ്ട് ഇതേപോലെ വായിപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുപോലത്തെ PSCക്ക് ട്രൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്തരം വീഡിയോസുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.